അതെ, 100% പ്രണയം മാത്രമാണ്. ഇപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരാണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് പ്രണയമല്ല. എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ പ്രണയമൊന്നും ഉണ്ടായില്ല. കാണുന്നവരുടെ കാഴ്ചപ്പാടിന്റെ വിഷയമാണ്. പക്ഷെ ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഇപ്പൊ എടാന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ പെൺസുഹൃത്തിനെയാണ്. അത്രയും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എടാ എടി എന്ന് വിളിക്കണമെന്ന് ഒരു ഇതുമില്ല. അപ്പൊ ഭയങ്കര ബോണ്ടാണ് ശരിക്കും പറഞ്ഞാല് ബോയ്സ് ആൻഡ് ഗേൾസ്, അല്ലെങ്കിൽ ആണും പെണ്ണും എന്ന് പറയുന്ന സംഭവം. ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എത്ര സുഹൃത്തുക്കളുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യം തന്നെ. നമുക്ക് ചിലപ്പോൾ വീട്ടിൽ പറയാൻ പറ്റാത്തൊരു സങ്കടം നമ്മുടെ ആ പെൺ സുഹൃത്തിനോട് നമുക്ക് പറയാൻ പറ്റും. അവരത് കണ്ട് ഇനി അയാൾക്കൊരു എന്താ പറയാ ഫാമിലി കാര്യങ്ങളുടെ പോലെ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന എത്ര പെൺ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതിനകത്ത് അതെല്ലാം കൂടി പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. ശരിക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലവ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാധനം തന്നെയാണ് സിനിമ. കോമഡി ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഹ്യൂമർ അതുപോലെ ഞങ്ങളുടെ സൗഹൃദങ്ങൾ ഒത്തുചേരലൊക്കെ, കാരണം ഈ സിനിമയിൽ കാണുന്നതിൻ്റെ ഒരു 10 ഇരട്ടി തമാശ ഞാനും രാഷും തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട് പലപ്പോഴും. ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ രാഷ് പൊതുവേ ഭയങ്കര മുരടനായിട്ടുള്ള സ്വഭാവമുള്ള ആളാണെന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം വീട്ടിലും ഒക്കെ. പക്ഷേ അത് മുഴുവൻ പൊടിച്ചത് ഞാനാണ്. എൻ്റെ കൂടെ കൂടിയ ശേഷം ഞങ്ങൾ എഴുത്ത് തുടങ്ങിയിട്ട് ഇപ്പം ഇതിപ്പം 5 വർഷമായി. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം, അപ്പോൾ സിനിമയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ തമാശകളും ഒരുപാട് ഞങ്ങൾ എഴുതിയിട്ടും അതിനകത്ത് നിന്ന് ചുരുക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ എന്ന് വിചാരിച്ച് ഇതൊരു ത്രൂ ഔട്ട് ചിരിപ്പിക്കുന്ന ഇപ്പൊ CID മൂസ പോലുള്ളൊരു സിനിമയൊന്നും അല്ല. ഒരു വളരെ രസകരമായിട്ട് ഇങ്ങനെ കണ്ടുപോകാവുന്ന, കാരണം പവിത്രൻ്റെതായിട്ടുള്ള ചില ഷാട്ടിങ്ങളും ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്. അത് നമുക്കിങ്ങനെ രസിച്ച് കണ്ടുപോകാവുന്ന ഒരു സിനിമയാണ്. എന്നിട്ട് എവിടേക്കോ പവി നമ്മുടെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുമായിട്ട് നമുക്ക് എപ്പോഴും പ്രേമം അല്ലെങ്കിൽ രണ്ടുപേരും സംസാരിച്ചാൽ പ്രണയം എന്നുള്ളതിനപ്പുറത്ത് സൗഹൃദമുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയുന്ന ഒരുപാട് മൊമെന്റുകൾ, അങ്ങനെ ആ മൊമെന്റിലേക്ക് എത്തുന്നതൊക്കെയാണ്. അങ്ങനെ ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ എല്ലാ ഇതും പോകും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാവും. തമാശ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി. ഇനി അടുത്തതൊരു തമാശ പടം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടല്ല. എനിക്ക് ഈ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം ആ കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എല്ലാ പ്രേക്ഷകനാണ് അതിനകത്ത് ഇഷ്ടം വരേണ്ടത്. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട 3 കഥകളാണ് ഞാൻ സിനിമയായിട്ട് ചെയ്തത്. അല്ലാതെ ഓരോന്ന്